തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ 23കാരൻ ഉറ്റവരെ അരുംകൊല ചെയ്തതിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ. ചികിത്സയിലുള്ള അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. പ്രതി അഫാൻ ലഹരിമരുന്ന് ഉപയോഗിച്ചിരുന്നെന്ന് പോലീസ്. കൂട്ടക്കൊലയിലേക്ക് നയിച്ചത് സാമ്പത്തിക ബാധ്യതയെന്ന് പ്രതിയുടെ മൊഴി. അഫാൻ കൊല നടത്തി മടങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. അന്വേഷണത്തിന് 3 DYSPമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം. മരിച്ച 5 പേർക്കും കണ്ണീരോടെ വിട ചൊല്ലി ജന്മനാട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്ക് ആരോഗ്യവകുപ്പിന്റെ അന്ത്യശാസനം. അടിയന്തരമായി ജോലിക്ക് ഹാജരാക്കണമെന്ന് നിർദ്ദേശം. പണിമുടക്ക് തുടരുകയാണെങ്കിൽ പകരം സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുന്നറിയിപ്പ്. അരാജക സംഘത്തിന്റെ സമരമെന്ന ആക്ഷേപം തുടർന്ന് CPIM നേതാക്കൾ. ഭീഷണിക്ക് മുൻപിൽ മുട്ടുമടക്കില്ലെന്ന് സമരസമിതി. കണ്ണൂരിൽ റോഡ് തടസ്സപ്പെടുത്തി CPIM സമരം. 4 വരെ റോഡിൽ പന്തൽ കെട്ടിയും കസേരകൾ നിരത്തിയും പ്രതിഷേധം. നോട്ടീസ് നൽകിയ പോലീസിനെ പരിഹസിച്ച ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. MV ജയരാജനെ 1ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. KV സുമേഷ് MLA അടക്കം 5000-ഓളം പേർ പ്രതികൾ. മലപ്പുറം ചുങ്കത്തറയിൽ LDF-ന് ഭരണനഷ്ടം. PV അൻവറിന്റെ പിന്തുണയോടെയുള്ള UDF അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ. വോട്ടെടുപ്പിനിടെ ഏറ്റുമുട്ടി UDF LDF പ്രവർത്തകർ. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് 17 സീറ്റിൽ വിജയം. UDF 12 സീറ്റിൽ വിജയിച്ചു. മതവിദ്വേഷ പരാമർശ കേസിൽ റിമാൻഡിലായ PC ജോർജ് വീണ്ടും ജാമ്യാപേക്ഷ നൽകി. ഹർജി നൽകിയത് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ. ജോർജ് കാർഡിയോളജി ICUവിൽ നിരീക്ഷണത്തിൽ തുടരുന്നു. ആരോഗ്യനില മെച്ചപ്പെട്ടതിന് ശേഷം ജയിലിലേക്ക് മാറ്റുന്നതിൽ അന്തിമ തീരുമാനം. ആലപ്പുഴ ചെട്ടിക്കാട് നടുറോഡിൽ ഗുണ്ടകൾ തമ്മിൽ കത്തിക്കുത്ത്. നിരവധി കേസുകളിൽ പ്രതികളായ തുമ്പി ബിനുവും ജോൺ കുട്ടിക്കും കുത്തേറ്റു. കത്തിക്കുത്തിൽ കലാശിച്ചത് മീൻ തട്ടിടുന്നതിലെ തർക്കം. മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ലെന്ന നിലപാട് ആവർത്തിച്ച CPIM. BJP സർക്കാർ നിയോ ഫാസിസ്റ്റ് സർക്കാർ എന്ന് പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. നിലപാടെടുത്തത് കൃത്യമായി വിശകലനം ചെയ്ത ശേഷം CPIക്ക് അവരുടേതായ വിശകലനം നടത്താൻ അവകാശമുണ്ടെന്ന വിശദീകരണം. രമേശ് ചെന്നിത്തല എതിർക്കുന്നത് വിവരമില്ലായ്മ കൊണ്ടെന്ന A. വിജയരാഘവൻ. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ ഒഴിവാക്കും. രാമചന്ദ്രൻ നായർക്കെതിരെ തെളിവില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. കേസ് റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി റദ്ദാക്കി. നടിയെ ആക്രമിച്ച കേസിലെ 1ാം പ്രതിയായ പൾസർ സുനിക്കെതിരെ വിചാരണ കോടതിയിൽ റിപ്പോർട്ട് നൽകിയ അന്വേഷണ സംഘം. സുനി ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചുവെന്ന് കോടതിയെ അറിയിച്ചു. നടപടി കുറുപ്പംപടിയിൽ ബാറിൽ കയറി ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട സുനിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം. ഡൽഹി നിയമസഭയിൽ ആദ്യ ദിനം തന്നെ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ. ലഫ്റ്റനന്റ് ഗവർണറുടെ നയപ്രഖ്യാപനത്തിനിടെ ബഹളം വെച്ചതിന് പ്രതിപക്ഷ നേതാവ് അതിഷി ഉൾപ്പെടെ 11 AAP MLA-മാർക്കെതിരെ സഭയിൽ പുറത്താക്കി. പ്രതിപക്ഷ ബഹളം മദ്യനയ അഴിമതിയടക്കം 14 CAG റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രി സഭയിൽ വെച്ചതിന് പിന്നാലെ. മഹാകുംഭമേള നാളെ അവസാനിക്കും. പ്രയാഗ്രാജിലേക്ക് തീർത്ഥാടകരുടെ ഒഴുക്ക്. ശിവരാത്രി ദിനത്തിൽ പ്രധാന സ്നാനത്തിനായി വിപുലമായ ഒരുക്കങ്ങൾ.